ഒരു മനുഷ്യൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സ്കില്ലാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്നു, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുന്നു, ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ ഫാമിലീസിലാണെങ്കിലും നമ്മളുടെ ചെറുപ്പത്തിൽ കുട്ടികളെ മുതൽ നമ്മൾ അത് വളർത്തിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ റോയൽ അക്കാദമിയിലോട്ട് നോക്കുന്ന സമയത്ത് സ്റ്റിൽ നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ലേൺ ടുഗദർ, ഏൺ ടുഗദർ, ഗ്രോ ടുഗദർ എന്നുള്ളതാണ്. ആ ഒരു പ്ലേസ്മെൻറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ലേണിങ്ങിനും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഏണിങ്ങിനും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതും ഉപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം, ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റണം. ഏൺ ചെയ്യുന്ന ക്യാഷ് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം, റൈറ്റ്? സോ ഈ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് സീരിയസ്ലി ആളുകൾ ലാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. കൺസിസ്റ്റൻസി അതെ, ഓഫ് കോഴ്സ്. അപ്പോൾ അവിടെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ നേരത്തെ മുന്നേ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഗൂഗിളും മെൻഷൻ ചെയ്യേണ്ടായി. ലൈക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സ്കില്ലാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്നു, നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കുന്നു, ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ ഫാമിലീസിലാണെങ്കിലും നമ്മളുടെ ചെറുപ്പത്തിൽ കുട്ടികളെ മുതൽ നമ്മൾ അത് വളർത്തിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ബേസിക് സൗത്ത് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതെ കുഞ്ഞിലോട്ടേ പറയുന്ന കേസ് കാശ് ഭയങ്കര തെറ്റായിട്ടുള്ള അതൊരു ഫിയർ ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ കയ്യിൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ തെറ്റിലായി പോകും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ലൈക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊക്കെ നമ്മളുടെ ഒരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങുന്ന ഒരു സ്റ്റേജസ് ഉണ്ട്. ആ ഒരു പോക്കറ്റ് മണി കിട്ടി തുടങ്ങുന്ന കാലം തൊട്ടേ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിപ്പിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ജനറേഷൻ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. ഇനിയും നമ്മൾ വൈകിട്ടില്ല, ഇനിയും നമ്മൾ അങ്ങനെ ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് അതിന് നിർബന്ധിതാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ റോയൽ അക്കാദമിൻ്റെ അടുത്ത പുതിയ ഫേസിലോട്ട്, അത് മാത്രമല്ല അതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ മോഡൽസിൻ്റെ എഡ്യൂക്കേഷണൽ ഇപ്പോൾ ഇൻഡസ്ട്രീസിലോട്ട് നോക്കുന്ന സമയത്ത്, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എഡ്യൂക്കേഷൻ മോഡൽസ് ഒരുപാട് മാറിയിട്ടുണ്ട്. ലൈക്ക് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഒരുപാട് മാറിയിട്ടുണ്ട്. നോർമലി ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്ന് പഠിക്കുന്നതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഫ്ലെക്സിബിളായിട്ട് ആളുകൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ട് അവർക്ക് കഴിയുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോഴ്സസ് ആപ്പുകൾ ത്രൂ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ ത്രൂ അവൈലബിൾ ആവുക എന്നുള്ളതും, അതിന് പാരലലി അതിൻ്റെ കൂടെ അവർക്ക് ഓൺലൈനായിട്ടുള്ള ഡൗട്ട് ഡിസ്കഷൻസും ഇത്തരത്തിൽ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കഷൻസും വെബിനാറുകളും അത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള മോട്ടീവ് ആളുകൾക്കുണ്ട്. ആൻഡ് മേ ബി വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ക്വാർട്ടർ ഇൻ എ മന്ത് ഒരു ഓഫ്ലൈൻ മീറ്റപ്പോ ഒരു ഗ്യാതറിങ്ങോ അവിടെ കുറച്ചും കൂടി പറഞ്ഞ പോലെ പാനൽ ഡിസ്കഷൻസും ഗസ്റ്റ് സെഷൻസും ഫാക്കൽറ്റി സെഷൻസും അത്തരത്തിലൊരു ലേണിംഗ് കർവ് ഇവിടെ മാറിയിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് ലേണിംഗ് മെത്തേഡിലോട്ട് മാറിയിട്ടുണ്ട് ആളുകൾ. സോ അങ്ങനെ ഒരു സ്പേസ് അവിടെ നമുക്കുണ്ട്. അങ്ങനെ ആളുകളിലോട്ട് നമുക്ക് ഈ റിസോഴ്സസ് എത്തിക്കാനും ഈ ലേണിങ്സ് എത്തിക്കാനും അതിലൂടെ ആളുകളെ എംപവർ ചെയ്യാനും അവർ ഏൺ ചെയ്യുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന മണീനെ ഏൺ ചെയ്യാക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഏൺ ചെയ്യുന്ന ക്യാപിറ്റലിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും.